ത്രിവേണി സംഗമം. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ അടുത്ത യാത്ര ത്രിവേണി സംഗമത്തിലേക്കാണ്. അമേഠിയിൽ നിന്നും അമേഠിയിലെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽ ലിമിറ്റഡ് അവിടെ ഞങ്ങൾ സുഹൃത്തുക്കളോടൊപ്പം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ത്രിവേണി സംഗമത്തിലേക്കുള്ള യാത്രയാണ്. ഹിന്ദു പാരമ്പര്യത്തിൽ ത്രിവേണി സംഗമം 3 നദികളുടെ സംഗമസ്ഥാനമാണ്. ഇത് ഒരു പുണ്യസ്ഥലമാണ്. ഇവിടെ കുളിക്കുന്നത് ഒരാളുടെ എല്ലാ പാപങ്ങളും കഴുകിക്കളയുകയും പുനർജന്മചക്രത്തിൽ ഒരാളെ മോചിപ്പിക്കുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ് ഭാരതത്തിലെ പുണ്യനദികളായ ഗംഗയും യമുനയും സംഗമിക്കുന്നത്. സരസ്വതി നദി ഭൂമിക്കടിയിലൂടെ വന്ന് ഇവിടെ സംഗമിക്കുന്നു എന്നാണ് വിശ്വാസം. ത്രിവേണി സംഗമം പ്രയാഗ്രാജിൻ്റെ സംഗമസ്ഥാനമായ പ്രയാഗിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാരണത്താൽ സംഗമസ്ഥാനത്തെ ചിലപ്പോൾ പ്രയാഗ് എന്നും വിളിക്കാറുണ്ട്. മതപരമായ പ്രാധാന്യമുള്ളതും 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ കുംഭമേളയുടെ സ്ഥലങ്ങളിൽ ഒന്നുമായ ഇവിടം വർഷങ്ങളായി 1949 മഹാത്മാഗാന്ധിജിയും 2018 അടൽ ബിഹാരി വാജ്പേയിയും ഉൾപ്പെടെ നിരവധി ദേശീയ നേതാക്കളുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്ത സ്ഥലവുമാണ്. സംസ്കൃതത്തിൽ പ്രയാഗ എന്ന വാക്കിൻ്റെ അർത്ഥം ത്യാഗസ്ഥലം എന്നാണ്. അതിനാലാണ് നഗരത്തിന് പ്രയാഗ്രാജ് എന്ന പേര് ലഭിച്ചത്. ഗംഗ, യമുന, സരസ്വതി എന്നീ 3 റിവറുകളുടെ സംഗമസ്ഥാനമാണിത്. അതിനാലാണ് ത്രിവേണി സംഗമം എന്ന് വിളിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് പ്രധാന പൂജ നടക്കുന്ന സ്ഥലത്തിലേക്ക് നൗകയിൽ ഭക്തർ യാത്ര തിരിക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും പുണ്യസ്ഥലങ്ങളിലൊന്നായാണ് ഹിന്ദുക്കൾ ഇതിനെ കണക്കാക്കുന്നത്. ചില ശുഭദിനങ്ങളിൽ ത്രിവേണി സംഗമത്തിൽ മുങ്ങുന്നത് ഒരാളുടെ പാപങ്ങൾ കഴുകിക്കളയുകയും ആത്മീയ വിമോചനത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. 16-ാം നൂറ്റാണ്ടിൽ നഗരം മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിന് കീഴിലായി. ഈ സമയത്താണ് പ്രയാഗ്രാജ് എന്ന പേര് പ്രചാരത്തിലായത്. മുഗൾ ചക്രവർത്തി അക്ബർ നഗരം സന്ദർശിച്ച് അതിൻ്റെ ആത്മീയ പ്രാധാന്യത്തിൽ ആകൃഷ്ടനായി എന്ന് പറയപ്പെടുന്നു. അദ്ദേഹം നഗരത്തിന് ദൈവത്തിൻ്റെ നഗരം എന്നർത്ഥം വരുന്ന ഇലഹബാദ് എന്ന പുനർനാമകരണം ചെയ്തു. എന്നിരുന്നാലും പ്രയാഗ്രാജിൻ്റെ യഥാർത്ഥ പേര് നാട്ടുകാർ തുടർന്നും ഉപയോഗിച്ചു. ഒടുവിൽ 2018 നഗരത്തിൻ്റെ ഔദ്യോഗിക നാമമായി ഇത് മാറി. ഇന്ത്യയുടെ ചരിത്രത്തിൽ പ്രയാഗ്രാജ് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മതസമ്മേളനത്തിലൊന്നായ കുംഭമേള നടന്ന സ്ഥലമായിരുന്നു ഇത്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയിൽ ഇന്ത്യയിലും ലോകമെമ്പാടും നിന്നുള്ള ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുക്കുന്നു. ആത്മീയ നവീകരണത്തിൻ്റെയും ഭക്തിയുടെയും സമയമാണിത്. വർണ്ണാഭമായ കൂടാരങ്ങൾ, ഘോഷയാത്രകൾ, മതപരമായ ചടങ്ങുകൾ എന്നിവയാൽ നഗരം സജീവമാകുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു കേന്ദ്രം കൂടിയായിരുന്നു പ്രയാഗ്രാജ്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ഇവിടെയാണ്. പ്രശസ്ത വിപ്ലവകാരിയായ ചന്ദ്രശേഖർ ആസാദ് ജനിച്ചത് ഇവിടെയാണ്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് 1942 മഹാത്മാഗാന്ധിജി ആരംഭിച്ച പ്രശസ്തമായ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെയും വേദി കൂടിയായിരുന്നു പ്രയാഗ്രാജ്.
അലഹബാദ് സർവകലാശാല, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയുൾപ്പെടെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. ചാറ്റ്, സമോസ, ലസ്സി തുടങ്ങിയ രുചികരമായ തെരുവ് ഭക്ഷണത്തിനും ഈ നഗരം പേരുകേട്ടതാണ്. ഇത് രാജ്യമെമ്പാടുമുള്ള ഭക്ഷണപ്രിയരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു.